ബാർക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും ദൈവ വചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം നമുക്ക് ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ഒത്തിരി മുഖാന്തരമുണ്ട്. അതിലേറ്റവും വലിയ അനുഗ്രഹമാണ് നിത്യജീവൻ എന്നുള്ളത്. ഒരു മനുഷ്യൻ നിത്യജീവൻ പ്രാപിക്കുമ്പോൾ ദൈവം വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം പ്രാപിക്കുകയാണ്. കാരണം നിത്യജീവൻ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. വചനം പറയുന്നു, 1 യോഹന്നാൻ 2:25 പറയുന്നു, ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ് നിത്യജീവൻ, നിത്യരക്ഷ. അങ്ങനെയാണെങ്കിൽ നിത്യജീവൻ പ്രാപിക്കാൻ, സ്വർഗരാജ്യം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമാണ്. നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. കാരണം ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ ലോക ജീവിതത്തെക്കുറിച്ചാണ് ഏറ്റവും അധികമായി ചിന്തിക്കുന്നത്. എനിക്കെങ്ങനെ നല്ലൊരു കുടുംബജീവൻ നയിക്കാൻ സാധിക്കും, നല്ലൊരു ഭർത്താവ്, ഭാര്യയായി, മകനായി, അപ്പനായി ഈ ലോകത്തിൽ മറ്റുള്ളവരെ പ്രസാദിപ്പിച്ച് എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് പലരും. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ സ്വർഗരാജ്യം, നിത്യമായ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുവാൻ നാം എത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ്, അനുഗ്രഹമാണ് നിത്യജീവൻ. ഈ നിത്യജീവൻ പ്രാപിക്കുന്നതിലൂടെ വലിയൊരു അനുഗ്രഹം നാം സ്വന്തമാക്കുന്നു, നമ്മുടെ തലമുറയ്ക്ക് നാം അവകാശമായി കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസിന്റെ രക്ഷാസുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ് യേശുവിനോട് ചോദിക്കുകയാണ്, ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു. ഈ ന്യായശാസ്ത്രി എന്ന് പറയുന്ന നിയമജ്ഞനാണ്. നിയമങ്ങൾ കാണാതെ പഠിച്ച്, ദൈവത്തിൻ്റെ കൽപ്പനകൾ, പ്രമാണങ്ങൾ, ന്യായപ്രമാണം കാണാതെ പഠിച്ച് അത് ജീവിതത്തിൽ അനുവർത്തിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് നിയമജ്ഞർ അല്ലെങ്കിൽ ശാസ്ത്രിമാർ, ന്യായശാസ്ത്രിമാർ. ഇത് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് യേശു തിരിച്ചു ചോദിക്കുകയാണ്. അവിടെ ആ മനുഷ്യൻ ഉത്തരമായിട്ട് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അതായത് മോശയ്ക്ക് ദൈവം തൻ്റെ വിരൽ കൊണ്ട് എഴുതി കൊടുത്ത നിയമങ്ങൾ, 10 കൽപ്പനകൾ, അത് രണ്ടായിട്ട് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവവും മനുഷ്യനുമായുള്ള ബന്ധവും മനുഷ്യനും മനുഷ്യനുമായ ബന്ധമാണ് ദൈവം മോശ മുഖാന്തരം ദൈവജനത്തിന് നൽകിയത്. അങ്ങനെയാണെങ്കിൽ 10 കൽപ്പനകളിൽ ആദ്യത്തെ 4 കൽപ്പനകൾ മനുഷ്യനും ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ്. ആ ബന്ധം എങ്ങനെയാണെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്. അത് ന്യായശാസ്ത്രി വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. എല്ലാറ്റിനേക്കുളുപരിയായി ദൈവത്തെ സ്നേഹിക്കണം. രണ്ടാമത് നിന്റെ കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് ഉത്തരം പറഞ്ഞു. അതായത് എല്ലാ നിയമങ്ങളുടെയും ഉള്ളടക്കമാണ് ഈ 2 നിയമങ്ങൾ. ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ, മനുഷ്യനും മനുഷ്യനുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ എങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവിന്റെ വചനം പറയുകയാണ്. ഇന്ന് ഈ 2 നിയമങ്ങൾ മനുഷ്യൻ അനുസരിക്കേണ്ട, നിർബന്ധപൂർവ്വം അനുസരിക്കേണ്ട ഒരു നിയമമാണ് ഈ നിയമം. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെ സ്നേഹിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്? വചനം പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ. അതായത് ഹൃദയം തുറന്ന് ദൈവത്തിന് ഹൃദയത്തിൽ 1-ാം സ്ഥാനം നൽകി. എല്ലാറ്റിനേക്കാൾ ഉപരിയായി ഹൃദയത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിന് നൽകുമ്പോൾ അത് പൂർണ്ണ ഹൃദയത്തോടെയാണ്. വീണ്ടും പൂർണ്ണ ശക്തിയോടെ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ബലം, നമുക്ക് നൽകിയിരുന്ന ശക്തി, അത് ദൈവമഹത്വത്തിന് വേണ്ടി ആയിരിക്കണം. നാം നമ്മുടെ സ്വന്തം കഴിവുകൾ, സ്വന്തം ബുദ്ധിക്ക്, ശക്തിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയ കഴിവുകൾ
ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് നാം തിരിച്ചറിയണം. വീണ്ടും വചനം പറയുകയാണ് പൂർണ്ണ മനസ്സോടെ. അതായത് ഇന്ന് മനസ്സില്ലാ മനസ്സോടെയും നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം. ഇന്ന് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് മനസ്സില്ലാ മനസ്സോടെ, അതായത് ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി, അല്ലെങ്കിൽ ഒരു പേരിന് വേണ്ടി, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനസ്സ്. അതല്ല ദൈവം ആഗ്രഹിക്കുന്ന പൂർണ്ണ മനസ്സ്. അതായത് എൻ്റെ ദൈവമായിട്ടുള്ള സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത്. വീണ്ടും വചനം പറയുന്നു പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണം. അതായത് എൻ്റെ ജീവൻ തന്നെ ദൈവത്തിന് അർപ്പിക്കുന്ന, എൻ്റെ ആത്മാവിനെ ദൈവത്തിനായി സറണ്ടർ ചെയ്യുന്ന, അടിയറ വയ്ക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, ഒരു സമ്പൂർണ്ണ സമർപ്പണം ആണ് ദൈവസ്നേഹം എന്നതിലൂടെ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. അതുപോലെ തന്നെ നിൻ്റെ കൂട്ടുകാരനെ, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ നീ സ്നേഹിക്കണം. അതായത് ഞാനും എൻ്റെ സഹജീവികളുമായിട്ട്, എൻ്റെ കൂടെ വസിക്കുന്ന എൻ്റെ സഹവാസികളുമായിട്ട് എങ്ങനെയായിരിക്കണമെന്ന് യേശു പറയുകയാണ്. നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സ്നേഹം തന്നോട് തന്നെയായിരിക്കും. ഇന്ന് നാം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വേണ്ടി ഇത്രമാത്രം ത്യാഗം സഹിക്കുന്നത്. നമുക്ക് വേണ്ടി നാം അധ്വാനിക്കുന്നു, സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ നാം നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല പാർപ്പിടങ്ങൾ ജീവിക്കുന്നു. നമ്മെ സംരക്ഷിക്കുവാൻ, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നാം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതുപോലെ അപരന് വേണ്ടി ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത് നിന്നെപ്പോലെ തന്നെ നിൻ്റെ കൂട്ടുകാരൻ, നിൻ്റെ അയൽക്കാരനെ നീ സ്നേഹിക്കണം. അതിന് മറുപടിയായിട്ട് യേശു പറഞ്ഞു, നീ പറഞ്ഞ ഉത്തരം ശരി തന്നെ. അതായത് നിത്യജീവൻ പ്രാപിക്കാൻ ഈ 2 കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് ശരി തന്നെയാണ്. നീ അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും. അതായത് യേശു പറയാണ്, അങ്ങനെ ചെയ്താൽ നീ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിച്ച്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ, കൂട്ടുകാരനെ സ്നേഹിച്ച് നീ ജീവിച്ചാൽ നീ നിത്യജീവൻ പ്രാപിക്കും. അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യുക എന്ന് യേശു പറയുകയാണ്. അപ്പോൾ ഈ നിയമജ്ഞൻ, ഈ ന്യായപ്രമാണി യേശുവിനോട് ചോദിക്കുകയാണ്. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിക്കുക. ഈ ന്യായശാസ്ത്രി ചോദിക്കുകയാണ്, എൻ്റെ കൂട്ടുകാരൻ ആരാണ്? നിന്നെപ്പോലെ തന്നെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണമെന്നാണല്ലോ കർത്താവിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ നിയമം, ദൈവത്തിൻ്റെ കൽപ്പന. ഈ കൂട്ടുകാരൻ ആരാണ്? ഇത് ചോദിക്കുന്നത് അവൻ സ്വയം നീതീകരിക്കാൻ വേണ്ടിയാണ്. ഇത് തിരിച്ചറിഞ്ഞ യേശു അവനോട് ഉത്തരം പറയുകയാണ്. യേശു പറയുന്നൊരു ഉപമയാണ്, ഒരു സ്ഥലത്ത് നടക്കുന്നൊരു സംഭവമാണ് യേശു ക്രിസ്തു ഉപമയിലൂടെ വെളിപ്പെടുത്തുന്നത്. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ഇതൊരു സംഭവമാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഒരു ആത്മീക അർത്ഥമുണ്ട്, ഒരു മറഞ്ഞിരിക്കുന്ന ഒരു മർമ്മമുണ്ട്. ഇവിടെ യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന ഉപമയിൽ ശമരിയക്കാരൻ്റെ ഉപമയാണ്. ഈ ഉപമയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു ഉപമയായതുകൊണ്ട് ഈ ഉപമയിലൂടെ ദൈവാത്മാവ് ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അതായത് യെരൂശലേം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. യെരിഹോ എന്ന് പറയുന്ന അന്ന് കള്ളന്മാരുടെ നാടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് കള്ളന്മാരുടെ നാട്ടിലേക്ക് യാത്രയാകുന്നൊരു മനുഷ്യൻ, അതായത് നന്മയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ തിന്മയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവിടെ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അതായത് പാപത്തിൻ്റെ മേൽ പിശാചിന് ആധിപത്യമുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. ദൈവത്തിൽ വിശ്വസിച്ച് ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ പാപത്തിലേക്ക് പോകുമ്പോൾ അവൻ പിശാചിൻ്റെ കയ്യിൽ അകപ്പെടും. ഇവിടെ ഒരു ആത്മീയ മർമ്മം ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. നിത്യജീവൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി ഇന്ന് പിന്തിരിഞ്ഞ് യാത്ര ചെയ്യുകയാണ്. അതായത് ലോകത്തിൻ്റെ അനുഭവത്തിലേക്ക്, പാപത്തിൻ്റെ അടിമനുഖത്തിലേക്ക് ഒരു മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ
നിത്യജീവനെതിരായി യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. അവൻ പിശാചിൻ്റെ കയ്യിൽ അകപ്പെടും. ഇവിടെ ദൈവരാജ്യം ലക്ഷ്യമാക്കി, നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു മനുഷ്യൻ പാപത്തിലേക്ക്, തിന്മയിലേക്ക് പിന്തിരിയുമ്പോൾ അവൻ്റെ വിശുദ്ധിയുടെ വസ്ത്രം പിശാച് അഴിച്ചു മാറ്റും. ഇവിടെ വിശുദ്ധിയുടെ വസ്ത്രം അഴിച്ചു മാറ്റിയാൽ സംഭവിക്കുന്നതാണ്, അവൻ അർത്ഥപ്രാണനായി മുറിവേൽപ്പിച്ചു. ഇവിടെ നിത്യജീവൻ ലക്ഷ്യമാക്കി യാത്രയാകുന്നൊരു വ്യക്തി പിന്തിരിഞ്ഞു പോകുമ്പോൾ പിശാച് അവനെ പാപത്തിലേക്ക് നയിക്കുന്നു എന്ന് മാത്രമല്ല, അവൻ്റെ വിശുദ്ധിയുടെ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞ് മാത്രമല്ല, അവനെ മുറിവേൽപ്പിക്കുകയാണ്. അവൻ്റെ ആത്മാവിന് മുറിവേൽക്കുന്നു, മനസ്സിന് മുറിവേൽക്കുന്നു, ശരീരത്തിന് മുറിവേൽക്കുന്നു. ഇങ്ങനെ പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തി രോഗിയായി മാറുകയാണ്. ഇന്ന് പലപ്പോഴും പല രോഗത്തിൻ്റെയും മൂലകാരണം പരിശോധിക്കുമ്പോൾ ഒരു കാരണം പാപമാണെന്ന് കഥാനുവചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. ചില രോഗത്തിൻ്റെ കാരണം പിശാചിൻ്റെ ആധിപത്യമാണെന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുന്നുണ്ട്. യേശുവിൻ്റെ അരികിൽ വന്ന അനേകം രോഗികളെ യേശു സൗഖ്യപ്പെടുത്തിയത്, യേശു അവരിന്ന് ഭൂതങ്ങളെ പുറത്താക്കി രോഗികൾക്ക് സൗഖ്യം നൽകി. മകനെ, ഞാൻ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്ന പറഞ്ഞപ്പോൾ അവന് പാപമോചനവും നിത്യരക്ഷയും ലഭിച്ചു, അവന് രോഗസൗഖ്യം ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന് യേശു സൗഖ്യം നൽകിയത് അവൻ്റെ പാപങ്ങളിൽ നിന്ന് മോചനം നൽകി, അവനുള്ള ഭൂതങ്ങളെ പുറത്താക്കി. ഇന്നും അനേക വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗമുണ്ടെങ്കിൽ അതിൻ്റെ മൂലകാരണം, ഒരു കാരണം ഇതാണ്. ഒന്നില്ലെങ്കിൽ പാപമായിരിക്കാം, അല്ലെങ്കിൽ പിശാചിൻ്റെ ആധിപത്യമായിരിക്കാം. ഇവിടെ തിന്മയിലേക്ക് പുറപ്പെട്ട ഒരു മനുഷ്യൻ്റെ വിശുദ്ധിയുടെ വസ്ത്രം നഷ്ടപ്പെട്ടു, അവനെ പരിക്കേൽപ്പിച്ചു, അവനെ മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനായി വിട്ടിച്ചു പോയി. ജീവനുണ്ടോയെന്ന് വെച്ചുകൊണ്ട് ഇല്ലെന്ന് വെച്ചാൽ ഇല്ല, അവനെ അർത്ഥപ്രാണനായിട്ട് വിട്ടിച്ചു പോയി. ഇവിടെ ആ വഴിയായി യാദൃശ്ചിക ഒരു പുരോഹിതൻ വന്നു, അവനെ കണ്ടിട്ട് കടന്നുപോയി. അന്നത്തെ കാലത്ത്, അതായത് യേശു ഈ ഉപമ പറയുമ്പോൾ ഇത് പഴയ നിയമകാലത്ത് നടക്കുന്നൊരു സംഭവമാണ്. പഴയ നിയമകാലത്തെ നിയമമനുസരിച്ച് ഒരു പുരോഹിതൻ രക്തം കണ്ടാൽ തൊടാൻ പാടില്ല. അതുകൊണ്ട് അർത്ഥപ്രാണനായി കിടക്കുന്ന, മുറിവേറ്റ് കിടക്കുന്ന ഈ മനുഷ്യനെ കണ്ടിട്ട് പുരോഹിതൻ മാറിക്കടന്നുപോയി. അടുത്ത് വരുന്നത് ഒരു ലേവ്യനാണ്. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തെത്തി, അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. പുരോഹിതൻ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഈ ലേവ്യനാണെങ്കിൽ പുരോഹിതനെ സഹായിക്കുന്നൊരു വ്യക്തിയാണ്, ദൈവ ശുശ്രൂഷയിൽ സഹായിക്കുന്ന വ്യക്തിയാണ്. പുരോഹിതന് അന്നത്തെ കാലത്ത് രക്തത്തിൽ തൊടാൻ നിയമം അനുവദിക്കുന്നില്ല എങ്കിൽ അതുപോലെ തന്നെ ലേവ്യനും രക്തത്തിൽ തൊടാൻ നിയമം അനുവദിക്കുന്നില്ല. അപ്പം ന്യായപ്രമാണം അനുസരിച്ചാണ് ഇവർ രണ്ടുപേരും ആ വ്യക്തിയെ തൊടാതെ പോയത്. എന്നാൽ ഒരു ശമരിയക്കാരൻ, ഒരു വിജാതീയനായൊരു മനുഷ്യൻ വന്നു. അവന് നിയമമില്ല, അവൻ വിജാതീയനാണ്. അതുകൊണ്ട് ആ ശമരിയക്കാരനെ വഴിപോകയിൽ അവൻ്റെ അടുക്കൽ എത്തി, അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവനെ മുറിവുകൾ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു. അതായത് നിയമത്തെക്കാളും വലുതാണ് സ്നേഹമെന്ന് ഇവിടെ യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്. ആ പുരോഹിതൻ നിയമം അനുസരിക്കാൻ വേണ്ടി അർത്ഥപ്രാണനായി മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ കണ്ടുകൊണ്ട് ഇട്ടേച്ചുപോയി. ദേവാലയ ശുശ്രൂഷകനായിരിക്കുന്ന, പുരോഹിതനെ സഹായിക്കുന്ന വ്യക്തിയായിരിക്കുന്ന ഈ ലേവ്യനും ഈ നിയമം പാലിക്കേണ്ട വ്യക്തിയായതുകൊണ്ട് അവൻ നിയമത്തെ വലുതായി കണ്ടതുകൊണ്ട് ആ വ്യക്തി വിട്ടിട്ട് പോയി. ഇവിടെ ശമരിയക്കാരന് നിയമമില്ല, അവന് പ്രമാണങ്ങളില്ല, അവനൊരു വിജാതീയനാണ്. അവൻ ഇനി നിയമങ്ങൾ അവൻ അറിയാമെങ്കിൽ പോലും ആ നിയമത്തെക്കാൾ വലുതായി അവൻ്റെ സ്നേഹമാണ് അവൻ്റെ അരികിലേക്ക് ചെന്നത്. ഇവിടെ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു പഴയ നിയമത്തിൽ അരുത് എന്ന് പറയുന്ന ചില നിയമങ്ങളേക്കാൾ വലുതായി, നിയമത്തെക്കാൾ വലുതായി മനുഷ്യനെ സ്നേഹിക്കുന്നതായിട്ട് യേശു കാണിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ഒരു നിയമമാണ് ശാബത്ത് ലംഘിക്കരുത്, ശാബത്തിൽ ഒരു വേലയും ചെയ്യരുത്. എന്നാൽ ശാബത്തിൽ യേശു രോഗികൾക്ക് സൗഖ്യം നൽകി. അപ്പോൾ യഹൂദന്മാർ, പരീശന്മാർ, ന്യായശാസ്ത്രിമാർ ചോദ്യം ചെയ്തു, ശാബത്തിൽ രോഗശാന്തി നൽകുന്നത് വിഹിതമാണോ? അപ്പോൾ യേശു പറഞ്ഞു, ശാബത്തിൽ നിൻ്റെ ഒരു ആടോ ഒരു കന്നുകാലിയോ കഴുതിയോ കുഴിയിൽ വീണാൽ നീ അത് പിടിച്ച് കയറ്റാതിരിക്കുമോ?
അപ്പോൾ ആടിനേക്കാൾ എത്രയോ വിലപ്പെട്ടവനാണ് ഒരു മനുഷ്യൻ. മനുഷ്യനുള്ള സ്നേഹത്തിൻ്റെ ആഴമാണ് യേശുവിന്, ദൈവത്തിന് മനുഷ്യനുള്ള സ്നേഹത്തിൻ്റെ ആഴമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. പഴയ നിയമത്തിൽ നിയമത്തിന് വില കൽപ്പിക്കുന്നു. നിയമം അനുസരിച്ചാൽ നിത്യജീവൻ പ്രാപിക്കും. നിയമം അനുസരിക്കാൻ വേണ്ടി വില കൊടുക്കുന്നവരായിരുന്നു ന്യായശാസ്ത്രികൾ അല്ലെങ്കിൽ യഹൂദന്മാർ. എന്നാൽ ഇവിടെ യേശുക്രിസ്തു പഠിപ്പിക്കുന്നത് നിയമത്തെക്കാൾ വലുതായി സ്നേഹത്തിന്, മനുഷ്യനുള്ള കരുണയ്ക്കും സ്നേഹത്തിനും വിലയുണ്ട് എന്ന് യേശുവിടെ പഠിപ്പിക്കുക. നിയമം അനുസരിക്കാൻ നല്ലതാണ്. നിയമം അനുസരിക്കുന്ന നിത്യജീവൻ അവകാശമായി തീരാൻ അത് കാരണമായി തീരും. കൽപ്പനകൾ പ്രമാണിച്ചാൽ നിത്യജീവൻ പ്രാപിക്കാമെന്ന് നമ്മൾ കേട്ടതാണ്, കണ്ടതാണ്, പഠിച്ചതാണ്. എന്നാൽ ആ നിയമം അനുസരിക്കുന്നതിനേക്കാൾ വലുതാണ് മനുഷ്യനുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഇവിടെ ഇവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, ഈ വിജാതീയനായ ശമരിയാക്കാരൻ്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ ആഴം എത്ര വലുതാണെന്ന് അവിടെ കാണിക്കുകയാണ്. അവൻ അരികിൽ ചെന്നിട്ട് എണ്ണയും വീഞ്ഞും പകർന്ന് അവനെ മുറിവുകൾ കെട്ടി അവനെ അവൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. അർത്ഥപ്രാണനായി മുറിവേറ്റ് കിടക്കുന്നവനെ രക്ഷ ചെയ്യുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് എഴുന്നള്ളി വന്നത്. മനുഷ്യനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് തൻ്റെ ചങ്കിലെ ചോര പകർന്ന് മുറിവുകളെ വെച്ച് കെട്ടി. അവൻ്റെ എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവുകൾ വെച്ച് കെട്ടിയെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു അവൻ നല്ല ശമരിയക്കാരന് തുല്യനാണ്. അതായത് നിത്യജീവൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തി പിന്മാറി പാപത്തിലേക്ക്, തിന്മയിലേക്ക് പോകുമ്പോൾ, പിശാചിൻ്റെ കയ്യിൽ ഒരു ഉപകരണമായി കീറി മുറിക്കപ്പെടുമ്പോൾ, അർത്ഥപ്രാണനായി ഇട്ടേച്ചു പോകുമ്പോൾ, ആ പാപത്തിൽ കിടക്കുന്ന, പിശാചിൻ്റെ ആക്രമണത്തിൽ കിടക്കുന്ന വ്യക്തിയെ തൻ്റെ രക്തവും തൻ്റെ ശരീരവും കൊണ്ട് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി അവന് രക്ഷ ചെയ്യുന്ന ഒരു രക്ഷകനാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് ഈ വചനത്തിലൂടെ ദൈവാത്മാവ് ഇതിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യൻ ഒരു വിജാതീയനാണ്. അവൻ്റെ നിയമങ്ങളെക്കാൾ വലുത് മനുഷ്യ സ്നേഹമായതുകൊണ്ട് അവൻ്റെ സ്നേഹം മുഴുവൻ പ്രകടിപ്പിക്കുകയാണ്. തൻ്റെ വിലയേറിയ എണ്ണയും വീഞ്ഞും അവന് വേണ്ടി ചിലവഴിക്കുക. അവന് സ്വന്തമായിട്ടുള്ള വാഹനത്തിൽ അവന് വിട്ടുകൊടുക്കുക. വഴിയമ്പലത്തിൽ കൊണ്ടുവന്ന് രക്ഷ ചെയ്യുക. ഒരു ദിവസം മുഴുവൻ അവനോട് കൂടെ അവനെ ശുശ്രൂഷിക്കുക. ഈ മുറിവേറ്റ് കിടക്കുന്നവരെ നോക്കാൻ ആരുമില്ല. അവൻ്റെ ഭാര്യയില്ല, മക്കളില്ല, മാതാപിതാക്കളില്ല, ആരുമില്ലാത്തവൻ ആശ്രയമായി ഈ വിജാതീയൻ അവിടെ ഒരു ദിവസം മുഴുവൻ അവനോട് കൂടെ വസിക്കുക. പിറ്റന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തിട്ട് ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. അതായത് ഇവൻ ഇട്ടേച്ചു പോവല്ല ചെയ്യുന്നത്, അവനാവശ്യമായിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഞാൻ പോയിട്ട് വരും, മടങ്ങി വരുമ്പോൾ അധികമായിട്ട് എന്തെങ്കിലും ചെലവിട്ടാൽ അത് തന്നുകൊള്ളാമെന്ന് അവൻ ഉറപ്പ് നൽകുകയാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു നമ്മളെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, പിശാചിൻ്റെ ആധിപത്യം നമ്മെ വീണ്ടെടുത്തു, നമ്മളെ രക്ഷിച്ചു. നിത്യജീവൻ നിന്ന് നിത്യനാശത്തിലേക്ക് യാത്രയായ എന്നെ രക്തവും ശരീരവും കൊണ്ട് വീണ്ടെടുത്ത് വഴിയമ്പലത്തിലാക്കി, ദൈവരാജ്യ അനുഭവത്തിലാക്കിയിട്ട് യേശു വീണ്ടും വരുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുക. ഇവിടെ അവൻ വരുമ്പോൾ എന്തെങ്കിലും ചിലവായാൽ അത് ചിലവിട്ടോളാം, മടക്കിത്തരാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുക. നഷ്ടപ്പെട്ടത് മടക്കിത്തരാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുക. ഇവിടെ ഇതിൻ്റെ ആത്മീയ മർമ്മം, നിത്യജീവൻ നിന്ന് നിത്യനാശത്തിലേക്ക് യാത്രയാകുന്ന ആരെങ്കിലും പാപത്തിൻ്റെ ബന്ധനത്തിൽ പിശാചിൻ്റെ കയ്യിൽ ഒരു ഉപകരണമായി നിത്യനാശത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് യാത്ര ചെയ്യുന്നുവെങ്കിൽ, ഇതാ നിയമത്തേക്കാൾ വലിയവനായ മനുഷ്യ സ്നേഹത്തിൻ്റെ ആ പൂർണ്ണതയായിരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം, തൻ്റെ അവസാനത്തുള്ളി ചോരയും മനുഷ്യനെ ഊറ്റിക്കൊടുത്ത വിലമതിക്കാൻ കഴിയാത്ത സ്നേഹത്തിൻ്റെ ഉടമയായ കർത്താവായ യേശുവിൻ്റെ സ്നേഹം, ആ സ്നേഹം ഇതാ
നമ്മെ നിത്യരക്ഷയിലേക്ക്, നിത്യജീവനിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ ഉപമ പറയുമ്പോൾ യേശുക്രിസ്തു തന്നെ ലോകത്തിന് രക്ഷകനായി വെളിപ്പെടുത്തുകയാണ്. അതിൻ്റെ ആത്മീയ മർമ്മത്തിലൂടെ യേശു എനിക്ക് എൻ്റെ നിത്യരക്ഷയ്ക്ക് മുഖാന്തരമാണ് എന്ന വചനത്തിലൂടെ ദൈവാത്മാവ് ചില രഹസ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുക. ഇവിടെ വീണ്ടും ഈ ഉപമ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുമ്പോൾ യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കള്ളന്മാരുടെ കയ്യിൽ നിന്ന് അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായിത്തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു എന്ന് ഈ നിയമജ്ഞനോട്, ഈ ന്യായപ്രമാണിയോട് ചോദിക്കുകയാണ്. അതിനുത്തരമായിട്ട് അവൻ പറയുകയാണ്, അവനോട് കരുണ കാണിച്ചവനെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ ചെയ്യുക. നിത്യജീവൻ പ്രാപിക്കാൻ നീയും പോയി അങ്ങനെ ചെയ്യുക. ഇന്ന് നിത്യ രക്ഷ പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ, സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുവാൻ ഒരു മനുഷ്യൻ ചെയ്യേണ്ട പ്രവൃത്തിയാണ് ദൈവത്തെ എല്ലാറ്റിനേക്കാൾ ഉപരിയായി സ്നേഹിക്കണമെന്ന് മാത്രമല്ല, ഇതാ നിന്നെപ്പോലെ തന്നെ നിൻ്റെ കൂട്ടുകാരൻ നീ സ്നേഹിക്കണം, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ആരാണ് നിൻ്റെ അയൽക്കാരൻ? വേദനിക്കുന്നവരെ ഹൃദയത്തോട് ചേർക്കുന്നവരാണ്, അവർക്കായി ഹൃദയം തുറന്നു കൊടുക്കുന്നവരാണ്, അവർക്കായി ഹൃദയത്തിലെ സ്നേഹം ആവോളം ചൊരിഞ്ഞു കൊടുക്കുന്നവരാണ് നിത്യജീവൻ അവകാശി. ഇതിന് ഉദാഹരണമായിട്ട് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 25-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അത് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറഞ്ഞു. രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തരം നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്കാണ് ചെയ്തത്. വീണ്ടും അവൻ ഇടതുവശത്തോട് പറയുകയാണ്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവരുടെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ നരകാഗ്നിയിലേക്ക് പോകുവിൻ. കാരണം എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു, എനിക്ക് കുടിപ്പാൻ തന്നില്ല, അതിഥിയായിരുന്നു, നിങ്ങളെന്നെ ചേർത്തുകൊണ്ടില്ല, നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല, രോഗിയും തടവിലുമായിരുന്നു, നിങ്ങളെന്നെ കാണുവാൻ വന്നില്ല. അതിനവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലായി എപ്പോൾ കണ്ടു, നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവനോട് പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുത്തരം നിങ്ങൾ ചെയ്യാത്തിടത്തോളം എനിക്കാകുന്നു ചെയ്യാത്തത് എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. നിത്യജീവൻ പ്രാപിക്കാൻ നാം എന്ത് ചെയ്യണമെന്ന് യേശുക്രിസ്തു വ്യക്തമായി പഠിപ്പിക്കുക. ഞാൻ വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നു, ഞാൻ ദാഹിച്ചിരുന്നു, കുടിപ്പാൻ തന്നു, ഞാൻ നഗ്നനായി നിങ്ങളെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ ശുശ്രൂഷിച്ചു, ഞാൻ കാരാഗൃഹത്തിനാണ്, നിങ്ങളെന്നെ വന്ന് കണ്ടു. യേശു പറയാണ്, ഇങ്ങനെ ഈ ചെറിയ ഒരുവനെ നിങ്ങൾ ചെയ്യുമ്പോൾ അതെനിക്കാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ചെറിയ ഒരുവനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിത്യജീവൻ അവകാശിയായി മാറുക. അതായത് ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അത് നിത്യജീവൻ അവകാശമായി തീരുക. ഇന്ന് പലപ്പോഴും നമുക്ക് ദൈവവുമായിട്ട് വ്യക്തിപരമായ സ്നേഹവും ബന്ധവുമൊക്കെ ഉണ്ട്, എന്നാൽ പരസ്നേഹം ഉണ്ടോ? അതായത് മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ സ്നേഹബന്ധം എങ്ങനെയാണ്? ഇന്ന് രണ്ട് തരത്തിലുള്ള വ്യക്തികളാണ്. ചിലർ മനുഷ്യനെ ഒത്തിരി സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടി എന്ത് പ്രവൃത്തി ചെയ്യുന്നു, എന്ത് നന്മ പ്രവൃത്തി ചെയ്യുന്നു, കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നു. എന്നാൽ പാപത്തിൻ്റെ പടുകുഴിയിലാണ് അവരുടെ ജീവിതം. ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യും, എന്ത് സഹായങ്ങളും ചെയ്യും, എന്നാൽ ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്നാൽ മറ്റു ചിലർ അങ്ങനെയല്ല. ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാന കാണുന്നുണ്ട്, കുർബാന അനുഭവിക്കുന്നുണ്ട്. ഒരു ഭക്തിയുടെ വേഷം അവരുടെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാവും. എന്നാൽ മറ്റുള്ളവരുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമില്ല. ഞാൻ ജീവിക്കുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിൻ്റെ ഒരു തലമുറയ്ക്കും വേണ്ടി മാത്രം.
അടുത്തൊരു വീട്ടിൽ ഒരുവൻ വിശന്നിരിക്കുന്നുണ്ടോ? അതറിയില്ല. എൻ്റെ ദേശത്തൊരുത്തൻ രോഗിയായിരിക്കുന്നുണ്ടോ? അതറിയില്ല. എൻ്റെ കൺമുന്നിൽ വേദനിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. യേശു പറയാണ്, ശപിക്കപ്പെട്ടവരെ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ നിത്യനാശത്തിലേക്ക് പോകുമെന്ന് കർത്താവിൻ്റെ വചനം പറയുക. നിത്യ നരകാഗ്നിയിൽ വെന്തെരിയുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം, രണ്ട് നിന്നെപ്പോലെ തന്നെ നിൻ്റെ കൂട്ടുകാരനെ അയൽക്കാരനെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകൾ പാലിക്കുന്ന ഒരു വ്യക്തി നിത്യജീവന് അവകാശിയായി മാറും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഒരിക്കൽ കൂടി ഒന്ന് പരിശോധിച്ച്, ഇന്ന് ഞാൻ മരിച്ചാൽ, ഇന്ന് ലോകം അവസാനിച്ചാൽ, യേശു വാഗ്ദാനം ചെയ്തതുപോലെ ഇന്ന് യേശു വീണ്ടും വന്നാൽ ഞാൻ നിത്യജീവന് സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുമോ? ഒന്ന് സ്വയം ആത്മശോധന നടത്തിയിട്ട്, ഇന്ന് ഞാൻ മരിച്ചാൽ നിത്യ നരകാഗ്നിയിൽ വെന്തെരിയുമെന്നാണ് എൻ്റെ ജീവിതം കൊണ്ട് എന്നെ പഠിപ്പിക്കുന്നെങ്കിൽ ഇന്നൊരു മാനസാന്തരം. ഇതാ യേശുക്രിസ്തു മുറിവേറ്റവനെ സൗഖ്യം നൽകുന്ന, അർത്ഥപ്രാണനായനെ രക്ഷിക്കുന്ന, ഇനി എന്തെങ്കിലും ചിലവിട്ടാൽ മടങ്ങി വരുമ്പോൾ അത് തരാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന, വീണ്ടും വരാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ കർത്താവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുക്കുക. ആ നല്ല ശമരിയക്കാരനായ യേശുക്രിസ്തുവിനായി ഒരിക്കൽ കൂടി ജീവിതം സമർപ്പിക്കുക. ഒരിക്കൽ സമർപ്പിച്ചതായിരിക്കാമെങ്കിൽ ഒരു പുനർസമർപ്പണം. കർത്താവേ, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ പറ്റി നിത്യജീവൻ നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഒരു അവസരം എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, ഒരു പുനർസമർപ്പണം ചെയ്യുവാൻ, പൂർണ്ണ ഹൃദയത്തോടെ തന്നെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ എന്നെപ്പോലെ തന്നെ സ്നേഹിക്കുവാനുള്ള കൃപയും ശക്തി അഭിഷേകം നൽകണമേ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. ബാർക്കുമോർ, ഞങ്ങളെ അതിഥ്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ച ദൂതനായി നന്ദി പറയുന്നു. കർത്താവ് നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നല്ല ശമരിയക്കാരൻ്റെ ഉപമയിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. കർത്താവ്, ഞങ്ങളുടെ കൺമുന്നിൽ വേദനിക്കുന്നവർക്ക് ആശ്വാസമായി, വിശക്കുന്നവന് ആഹാരമായി, ദാഹിക്കുന്നവന് വെള്ളമായി, രോഗികൾക്ക് ഔഷധമായി, കാരാഗ്രഹത്തിൽ കിടക്കുന്നവർക്ക് ആശ്വാസമായി കർത്താവെ നീ ഞങ്ങൾ ഉപയോഗിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കർത്താവ് പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്നേഹിക്കുവാൻ, ഞങ്ങളെപ്പോലെ ഞങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കർത്താവെ അതിനുള്ള കൃപയും ശക്തി അഭിഷേകം നൽകണം. ഈ ചെറിയ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല എന്നല്ല പരിശുദ്ധനായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യം ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടണം. ഇന്ന് ഞങ്ങൾ മരിച്ചാൽ, ലോകം അവസാനിച്ചാൽ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഇന്ന് സംഭവിച്ചാൽ നിത്യജീവൻ പ്രാപിക്കുവാൻ ഈ വചനങ്ങൾക്ക് എല്ലാവരെയും വിശുദ്ധീകരിച്ച് നിത്യജീവൻ അവകാശികളാക്കി മാറ്റണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളുമേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാം മഹത്വത്തോടെ മാത്രം എടുക്കണം. യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ, ആമേൻ. Everybody